ചെറിയാൻ ഫിലിപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടായ ആ ഒരു നടപടി എന്ന് പറയുന്നത് അങ്ങേയറ്റം ദയനീയമാണല്ലേ? ബിന്ദു കൃഷ്ണ അദ്ദേഹത്തിന്റെ കൈ തട്ടി മാറ്റിയിട്ടും വീണ്ടും അദ്ദേഹം ആലിംഗനം ചെയ്യാൻ ശ്രമിക്കുകയാണ് അല്ലെ? ഈ ചിത്രത്തിനകത്ത് നിന്ന് കാണാൻ കഴിയുന്ന അങ്ങനെയാണ്. ഞാൻ വീഡിയോ കാണുന്നുണ്ട്. അപ്പോൾ ഈ കൺസെന്റ് എന്ന് പറയുന്നത് നമ്മളൊരു ശരീരം കൊണ്ട് മനസ്സിലാക്കേണ്ട ഒരു സ്ഥലമുണ്ട്. ചോദിച്ചിട്ട് മാത്രമല്ല. ഒരാള് കൈകൊണ്ട് തടുക്കുമ്പോൾ അവരത് ഇഷ്ടപ്പെടുന്നില്ല എന്ന് പ്രകടിപ്പിച്ചു കഴിഞ്ഞതാണ്. അത് എന്തായാലും ഒരാൾ അങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ നമ്മളത് നമ്മുടെ ആ പ്രവർത്തനം അത് പൊതുവായി ആളുകൾ പരസ്പരം ആലിംഗനം ചെയ്യുന്നതിലുള്ള തെറ്റോ ശരിയോ എന്നുള്ളതല്ല. പക്ഷെ ഇഷ്ടമുള്ളവര് തമ്മിൽ ചെയ്യുന്നതോ അതുപോലെ തന്നെ പബ്ലിക് ഫിഗേഴ്സ് ആയിട്ടിരിക്കുന്നവര് അത് ചെയ്യുന്ന സമയത്ത് ഒരാൾ അത് തടയുന്ന നിലവാരത്തിൽ കൈ കാണിച്ചു കഴിഞ്ഞാൽ ആ മെസ്സേജ് തിരിച്ചറിഞ്ഞ് നമ്മളത് ചെയ്യാതിരിക്കുക എന്ന് പറയുന്നതാണ് മര്യാദ എന്ന് പറയുന്നത്. അതാണ് സഭ്യമായിട്ടുള്ളത്. അത് ചെറിയാൻ അവിടെ അത് പാലിച്ചില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമുണ്ട്. അപ്പം അദ്ദേഹത്തിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് മറ്റുള്ളവർ പറയുന്ന പോലെ ലൈംഗികമായ ഒരു താല്പര്യം കൊണ്ടാണ് അങ്ങനെ കാണിച്ചതെന്നുള്ളത് ഞാൻ വിചാരിക്കുന്നില്ല. അതുകൊണ്ട് ചെറിയാൻ എനിക്കും പരിചയമുള്ള ഒരാളാണ്. അങ്ങനെയാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷെ അതേ സമയത്ത് തടുക്കുന്ന സമയത്ത് കണിശമായിട്ടും അത് നിർത്തേണ്ടതുണ്ട്. അതിന് പകരം അതെന്തോ എനിക്കൊരു അവകാശമുണ്ട് എന്നുള്ള നിലവാരത്തിൽ അത് ഫോഴ്സ്ഫുൾ ആയിട്ട് ചെയ്യാൻ അദ്ദേഹം ശ്രമിക്കുന്ന കാണാം. അത് എന്തായാലും തികച്ചും തെറ്റാണ്. അത് നമ്മൾ നിരുത്സാഹപ്പെടുത്തേണ്ടതായിട്ടുള്ള ഒരു പ്രവർത്തനമാണ്. സമൂഹമായിട്ട് സ്ത്രീയായാലും പുരുഷനായാലും പരസ്പരം ആലിംഗനം ചെയ്യുന്നത് ഒരു സാമൂഹിക മര്യാദയുടെ പേരിൽ ലോകം മുഴുവനും ആൾക്കാർ ചെയ്യുന്നതാണ്. അത് ചെയ്യേണ്ടതാണ്. അത് തെറ്റാണെന്ന് ഞാനിട്ട് വിചാരിക്കുന്നുമില്ല. പക്ഷെ അങ്ങനെ പരസ്പര സമ്മതത്തോടു കൂടി നമ്മൾ ആലിംഗനം ചെയ്തു കഴിഞ്ഞാലും നമ്മുടെ സമൂഹം അതിനെ മറ്റൊരു രീതിയിലേക്കാണ് പരിവർത്തനം ചെയ്യുന്നത് അല്ലെ? അത് സമൂഹം പിന്നോട്ട് സഞ്ചരിക്കുന്നതിന്റെ വേറൊരു കാര്യമാണ്. അതൊരു വോയറിസ്റ്റിക് ആയിട്ടുള്ള എന്ന് പറഞ്ഞാല് എല്ലാം ലൈംഗികമായ കണ്ണിനകത്തുള്ള മാത്രം കാണുന്ന മനുഷ്യന്മാരുടെ ഒരു പ്രശ്നമാണ്. അത് മലയാളികൾക്ക് കുറച്ച് കൂടുതലുണ്ട്. അതുകൊണ്ട് അത്തരത്തിലുള്ള കമന്റുകളുടെ ലോകത്തല്ല ഞാനത് പറയുന്നത്. അല്ലാത്ത ഒരു കാര്യം മറ്റൊരാളുടെ മേളിൽ അടിച്ചേൽപ്പിക്കാതിരിക്കേണ്ട കാര്യമുണ്ട്. അത് ആലിംഗനം മാത്രമല്ല, അത് ഏത് കാര്യത്തിലായാലും ശരി. നമ്മൾ സംസാരിക്കുമ്പോൾ ഉപയോഗിക്കുന്ന ഭാഷ ഒരാള് അതിനെ മുഖം ചുളിച്ച് കാണിച്ചാൽ നമ്മൾ അങ്ങനെ തുടരരുത് എന്ന് നമ്മൾ കാണുന്നത് പോലെ തന്നെ തിരിച്ചറിയേണ്ട സ്ഥലമാണ്. അതിനെ പറ്റിയാ പറയുന്നത്. ഇപ്പോ ചെറിയാൻ ഫിലിപ്പിന് മറ്റു ഉദ്ദേശം ഒന്നും ഉണ്ടായിരുന്നില്ല, എന്നിട്ടും നമ്മൾ അദ്ദേഹത്തെ ഒരു ലൈംഗികതാകത്തോടു കൂടിയാണ് നമ്മൾ അദ്ദേഹത്തെ ചിത്രീകരിക്കുന്നത് അല്ലെ? മാധ്യമങ്ങളും മൊത്തത്തിൽ അങ്ങനെയാണ് ചിത്രീകരിക്കുന്നത്. അത് ഈ എന്താ പറയുക, നമ്മുടെ നാടിനകത്ത് സ്ത്രീയും പുരുഷനും പരസ്പരം തൊടാതെ കഴിയാൻ പരിശീലിപ്പിക്കപ്പെട്ട സ്കൂളുകളിനകത്തുനിന്ന് ഉത്പാദിപ്പിക്കപ്പെട്ട ഒരു വിചിത്ര ജീവികളാണ് മലയാളികൾ എന്ന് പറയുന്നവർ. അതുകൊണ്ട് മനുഷ്യർ പരസ്പരം തൊടുക, ഷേക്ക് ഹാൻഡ് ചെയ്യുക, ആലിംഗനം ചെയ്യുക, അതുപോലെ തന്നെ ഒന്നിച്ചിരുന്ന് കാര്യങ്ങൾ പറയുക, ഇതെല്ലാം നിരുത്സാഹപ്പെടുത്തുന്ന വളരെ സെഗ്രിഗേറ്റ് ചെയ്ത് വളർത്തിയ ഒരു വിഭാഗമാണ്. അത് ക്ലാസ് റൂമിൽ ആരംഭിക്കുന്ന പോലെ തന്നെ വീടുകളിലും അത് തന്നെ വീണ്ടും അനുവർത്തിച്ച് വന്നിരിക്കുന്ന ഒരു സ്ഥലത്താണ്. അങ്ങനെ എല്ലാ കാര്യത്തിനകത്തും പരസ്പരം യാതൊരു ബന്ധവുമില്ലാതെ മാറ്റി നിർത്തുന്ന ഒരു സമൂഹത്തിന്റെ പ്രോഡക്റ്റാണ് ഇപ്പൊ നമ്മൾ ഈ കാണുന്ന ആൾക്കാരുടെ കമന്റുകളല്ല. അവര് ദയ അർഹിക്കുന്നു, ഞാൻ അനുകമ്പ അർഹിക്കുന്ന മനുഷ്യരായിട്ട് മാത്രമേ അവരെ കാണാനൊക്കത്തുള്ളൂ. അത് കാരണം അവര് പ്രോഡക്റ്റാണ്. ഇപ്പൊ നമ്മൾ കാണുന്ന ലൈംഗികമായിട്ട് മാത്രം എല്ലാ കാര്യവും കാണുന്ന ഒരു സമൂഹത്തിനെ നമ്മൾ നിർമ്മിച്ചെടുത്തതാണ്. അതുകൊണ്ടാണ് സ്വാഭാവികമായി ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെ മുഴുവനും നിരുത്സാഹപ്പെടുത്തുന്ന നിലവാരത്തില് അല്ലെങ്കിൽ അതിനെ മുഴുവനും മോശമായ കമന്റുകള്, അഭിപ്രായങ്ങൾ പറയുക ചെയ്യുന്നിടത്ത് എത്തിച്ചേരുന്നത് നമ്മൾ അതിന്റെ ഒരു വിക്ടിമാണെന്ന് സ്വയം അറിഞ്ഞുകൂടാത്തവരാണ്. അവരെന്തോ ശരിയുടെ നിലപാട് ശരി ചെയ്യുകയാണ്, വീട്ടുകാർ പഠിപ്പിച്ചു തന്ന ശരി ജീവിക്കുകയാണെന്ന് തെറ്റിദ്ധരിക്കുന്ന മനുഷ്യരാണ്. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഈ നിലയിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് എങ്കിൽ നമുക്കൊരു മോഡേൺ ആയിട്ട് ചിന്തിക്കാൻ കഴിയുന്ന ഒരു യുഗമൊക്കെ വളരെ അകലെയാണ് അല്ലെ? നമ്മള് മോഡേൺ എന്ന് പറയുന്ന സമയത്ത് പരസ്പര ബഹുമാനത്തോടെയും സമ്മതത്തോടെയും പെരുമാറാൻ പഠിക്കുക എന്ന് പറയുന്നതാണ് മോഡേണിറ്റി. അത് അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ഇടപഴകുന്ന സമയത്ത് അതിർത്തികൾ നമുക്കെല്ലാവർക്കും അതിലുള്ളവരാണ്. ഒരു സ്ഥലം വരെ നമ്മൾ നമ്മൾ ഇഷ്ടപ്പെടുന്നവരായാലും ശരി, ഒരു സമയം വരെ നമ്മൾ അനുവദിക്കുന്ന അതിനകത്താണ് അത് നിൽക്കേണ്ടത്. ഈ കൺസെന്റിനെ പറ്റിയുള്ള എന്ന് പറഞ്ഞാൽ സമ്മതം എന്ന് പറയുന്നത് പലതരത്തില് മുഖം കൊണ്ട്, കണ്ണുകൊണ്ട്, ചലനം കൊണ്ട് ഒക്കെ നമ്മൾ പ്രകടിപ്പിക്കും. നമുക്ക് അനിഷ്ടങ്ങള്
പ്രകടിപ്പിക്കും. അതിനനുസരിച്ച് റെസിപ്രോക്കലായി പരസ്പരം മനസ്സിലാക്കി പെരുമാറാൻ പഠിക്കുക എന്ന് പറയുന്നതാണ് മോഡേൺ ആകുക എന്ന് പറയുന്നത്. മോഡേണിറ്റി എന്ന് പറഞ്ഞാൽ എല്ലാവരും ആലിംഗനം ചെയ്യുക എന്നുള്ള അർത്ഥമൊന്നുമല്ല. മനസ്സിലാക്കി പെരുമാറുന്നതിനെയാണ് മോഡേണിറ്റി എന്ന് മനസ്സിലാക്കുന്നത്. ആ നിലവാരത്തിൽ അതിനെ മനസ്സിലാക്കിയില്ല എന്നുണ്ടെങ്കിൽ എന്താണോ ഇഷ്ടമുള്ളവർ തമ്മിൽ ചെയ്യുന്നതെല്ലാം ചെയ്യുന്നതാണ് മോഡേൺ എന്നുള്ള അർത്ഥത്തിൽ മനസ്സിലാക്കപ്പെടരുത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് പരസ്പരം അറിഞ്ഞു പെരുമാറുക, അതിർത്തികൾ അറിഞ്ഞ് നമുക്കൊരു അതിരുണ്ടെന്നും അതിര് സമ്മതത്തോടെയാണ് മറികടക്കുന്നതെന്നും നമ്മൾ തിരിച്ചറിഞ്ഞ് അതിനെയാണ് തിരിച്ചറിവെന്ന് പറയുന്നത്. തിരിച്ചറിഞ്ഞ് പെരുമാറാൻ പഠിക്കുന്നതിനെയാണ് ആധുനിക സമൂഹം മുന്നോട്ട് വയ്ക്കുന്ന ജീവിത മനുഷ്യബന്ധങ്ങളല്ല. അതിനെയാണ് അങ്ങനെ കാണേണ്ടത്.